ഹലോ, വെൽക്കം ബാക്ക് ടു ബീങ് ഫുഡിയുടെ മറ്റൊരു വ്ളോഗിലേക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നു അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊന്ന് വ്ളോഗായിട്ടെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് തിരുമറയൂരുള്ള ഒരു പാടത്താണ്. രണ്ട് സൈഡിലും വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു കേട്ടോ പാടത്ത്. നല്ല മഴയായിരുന്നല്ലോ. വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു. ആരോ വളർത്തുന്നതാണ്, കാരണം ഒരു ചേട്ടൻ തോണിക്കതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടായതുകൊണ്ട് തന്നെ അതിനൊക്കെ അകത്ത് കയറ്റാനുള്ള പാടില്ലായിരുന്നു ചേട്ടൻ എന്ന് തോന്നുന്നു. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വൈകുന്നേരം വന്ന് ചുമ്മാ നടക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അങ്ങനെ ഇരിക്കാനൊന്നും അവിടെ ചെയറോ അങ്ങനത്തെ ഇതൊന്നുമില്ല, കാരണം അതൊരു പൊതുവഴിയാണ്. പോണ വഴി തന്നെ പിന്നെ ഒരു രാമൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു, തിരുമറയൂർ രാമക്ഷേത്രം എന്നും പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് കളമ്പൂർ തൂക്കുപാലം കാണാനുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇതിലെ ഉള്ള റോഡൊക്കെ കാണാൻ. കളമ്പൂക്കാവിലേക്കുള്ള യാത്രയിൽ എൻ്റെ കൂടെ ഡ്രൈവറായി ലഭിച്ചിരിക്കുന്നത് സ്പൾബർ എന്ന ഒരു ഡ്രൈവറാണ്. വളരെയധികം ക്ഷമാശീലനും അത്യാഗ്രഹമില്ലാത്തവനുമായ സ്പൾബറാണ് ഇപ്പോൾ വണ്ടി മുന്നോട്ട് നോക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാലമായ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ എന്നെ നയിക്കുന്ന സ്പൾബർ മുമ്പിലൂടെ ഒരു താമരാക്ഷം പിള്ള വണ്ടി ഓടിച്ചു. സ്പൾബർ തൻ്റെ ആംഗ്യങ്ങൾ കൊണ്ട് എതിരെ വരുന്ന യാത്രക്കാർക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ക്രൊയേഷ്യക്കാരനാണെങ്കിലും അതിൻ്റെ തനിമയോടെ അദ്ദേഹം വണ്ടി ഓടിക്കുന്നുണ്ട്. യുദ്ധമുഖത്ത് കൂടെ വണ്ടി ഓടിച്ചതിനാലാകാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു നിസ്സംഗ ഭാവമുണ്ട്. പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. അദ്ദേഹം പുഞ്ചിരിക്കുന്നു. ഒരു കൈ സ്റ്റിയറിംഗിലും ഒരു കൈ ഗിയറിലും മാത്രം പിടിച്ചുള്ള പ്രത്യേകതരം ശൈലിയാണ്. ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകാതിരിക്കാൻ ഇടത്തെ കൈ സ്റ്റിയറിംഗിലും വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ കളമ്പൂരുള്ള തൂക്കുപാലത്തിലാണ് കേട്ടോ എത്തിയത്. മൂവാറ്റുപുഴയാറിൻ്റെ കുറുകെയാണ് കേട്ടോ ഈ പാലം വന്നിരിക്കുന്നത്. നല്ല രസമാണ് ഇതിലിങ്ങനെ കയറി നടക്കാനൊക്കെ. അങ്ങനെ മനോഹരമായ ദൃശ്യ വിരുന്നിന് ശേഷം ഞങ്ങൾ മഹാനായ ഡ്രൈവറോടൊപ്പം അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. പിന്നെ സ്പോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ഉദ്ദേശങ്ങളൊക്കെ നടന്നതുകൊണ്ട് നമ്മൾ വീട്ടിലേട്ടാണ് പോരാൻ തീരുമാനിച്ചത്. പക്ഷെ പോരുന്ന വഴി മുളക്കുളം പള്ളി പുറത്തുനിന്ന് കണ്ടിട്ടോ. നല്ല രസമാണ്. കുറേ സ്റ്റെപ്പുകളുടെ മുകളിൽ ആ പള്ളി ഇങ്ങനെ ഇരിക്കുന്നത് കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറേ നല്ലൊരു മൊമെൻറ്റ്സ് ഞാൻ എൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ ഇന്ന് വ്ളോഗായിട്ട് ഇട്ടത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോയപ്പോൾ ഉണ്ടായ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സും നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.